ഹലോ, അസ്സലാമു അലൈക്കും. വയനാട് കാട്ടിച്ചിറക്കൽ മക്കാം ഉറൂസ്. ഇവിടെ 24-ന് തുടങ്ങിയതാണ് പരിപാടി. ഇപ്പം 27, 28 പ്രധാന പരിപാടികൾ. ഏപ്രിൽ 27, 28-നാണ് പ്രധാന പരിപാടികൾ. ഇവിടെ നാടിൻ്റെ പല ഭാഗത്തു നിന്നും ഇവിടെ പല ആളുകളും എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് കാട്ടിച്ചിറക്കൽ. നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങൾ എത്തിപ്പെടുന്ന സ്ഥലമാണ് നമ്മുടെ കാട്ടിച്ചിറക്കൽ. ഏപ്രിൽ 27 ശനിയാഴ്ച ഇന്ന് രാത്രി ദിക്റ് ഹൽക്ക ഇവിടെ നടക്കുന്നു. പണ്ഡിതന്മാരും സാദാത്തുക്കളൊക്കെ പങ്കെടുക്കുന്ന ഉറൂസാണ്. വയനാട്ടിലെ ഏറ്റവും തിരക്കേറിയ ഒരു മക്കാം ഉറൂസും കൂടിയാണ് ഇവിടെ. വരുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. ഇന്നും നാളെയായിട്ടാണ് ഇവിടുത്തെ പ്രധാന പരിപാടികൾ. ഇന്ന് രാത്രി ദിക്റ് ഹൽക്ക ദുആ മജ്‌ലിസ് നടക്കുന്നു. അവിടെ വരുന്നവർക്കൊക്കെ ഭക്ഷണമുണ്ട്. അതേപോലെ നാളെയും ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും എത്തിപ്പെടാൻ പറ്റുന്ന എല്ലാ നാട്ടിലേക്കും ബസ് ഉള്ള ഒരു സൗകര്യവും കൂടിയുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കാട്ടിച്ചിറക്കൽ. ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലമാണ്. ഇത്രയും ഏരിയ ഭക്ഷണത്തിന് മാത്രം ഇവർ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു അതിമനോഹരമായൊരു കുളം കാണാം. ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ രാത്രിക്കാണ് മെയിൻ പരിപാടി. അതിൻ്റെ ഒരുക്കങ്ങളാണ് കാണുന്നത്. ഇവിടെ ഇന്ന് രാത്രി സെൻസാറുൽ ഹക്കിൻ്റെ പ്രഭാഷണവുമുണ്ട്. കാട്ടിച്ചിറക്കൽ മക്കാം ഉറൂസിൻ്റെ ഭാഗമായിട്ട് വയനാട്ടിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു പള്ളിയും കൂടിയാണിത്.
ഇതാണ് നമ്മുടെ കാട്ടിച്ചിറക്കൽ പള്ളി. ഇവിടുത്തെ ഉറൂസ് 24-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഏപ്രിൽ 27, 28 ആണ് അവസാനിക്കുന്നത്. ഏത് ഭാഗത്തുനിന്നും വന്ന് പോകാനുള്ള സൗകര്യപ്രദമായ ഒരു സ്ഥലമാണ് കാട്ടിച്ചിറക്കൽ മക്കാം. അസ്സലാമു അലൈക്കും. നിങ്ങൾ കച്ചവടം ഇങ്ങോട്ട് മാറ്റിയാ? ആ ഓ ആ ആ നിങ്ങളെ പേരെന്തേനു? ഇത് നമ്മൾ അനീഫ് ഖാൻ്റെ ഒരു ബുക്ക് സ്റ്റാളും അതുപോലെ ഇവിടെ ഇതാ കണ്ടില്ലേ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം പള്ളിയുടെ മുറ്റത്ത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കച്ചവടം. അതുപോലെ പെർഫ്യൂം, സുറുമ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന നമ്മുടെ അനീഫ് ഖാൻ്റെ ഒരു ചെറിയൊരു കടയാണ് ഈ കാണുന്നത്. അപ്പം ഇതാണ് നമ്മളെ പൈതങ്ങളൊക്കെ വന്ന് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെ പേരെന്തെന്നാ? പേര് പറ, ഓരോരുത്തർ പറ. മോൻ്റെ പേര്, നിൻ്റെ പേരാ? മുഹമ്മദ്. മോൻ്റെതാ? മോൻ്റെതാ? മാഷാ അല്ലാ മാഷാ അല്ലാ. ഇവരൊക്കെയാണ് ഇവരുടെ താരങ്ങൾ നമ്മളെ. ഓക്കെ. എവിടെ പോകുന്ന നിങ്ങൾ? എവിടാ? ഐസ്ക്രീം വാങ്ങാനാ? എന്നാ പോട്ടെ. റൈറ്റ്. ഇതാണ് നമ്മളെ ലൈവ് അലുവ. അയ്യോ അടിപൊളി കണ്ടില്ലേ, നല്ല സൂപ്പർ ഇതാണ്. ഒരു കളങ്കവും ഇല്ലാണ്ട് ലൈവായിട്ട് നമ്മുടെ മുമ്പിന്ന് പൊരിച്ചു തരുന്ന ജിലേബി. മാഷാ അല്ലാ. നിങ്ങളെവിടെ സ്ഥലം? ചുണ്ടേല്. നിങ്ങളെ പേരെന്നാ? നാസിർ ഖാൻ്റെ ജിലേബി കച്ചവടം. സംസം ലാ. മാഷാ അല്ലാ. എന്താണ് ഇതാണ് ലൈവായിട്ട് മക്കളെ. ഇതാ ഈ രുചി നിങ്ങൾക്ക് കിട്ടൂല കേട്ടോ. ഇത് ഇവിടെ തന്നെ മേടിക്കണം, ലൈവായിട്ട് പൊരിച്ചു കൊടുക്കുന്നത്. ഇത് എന്താണ്, വെല്ലമാണോ അതോ? ഇത് വെല്ലം. വെളിച്ചെണ്ണേൻ്റെ ഇത് പഞ്ചസാരയുടെ ഉണ്ട് അല്ലേ? പഞ്ചസാര. പിന്നെ കൂടാതെ കൂട്ട് ഉഴുന്ന്, മൈദ, അത് കൂടാതെ അരിപ്പൊടി. ഇത് മൂന്നാണ് മിക്സ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കണേ. ലൈവായിട്ട് ഉണ്ടാക്കണേ, ലൈവായിട്ട് കൊടുക്കുന്നത്. ഒരു കളത്തിലും ഇല്ല. ഒന്നേ ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ നേർച്ചയ്ക്ക് വരുന്നവരൊക്കെ നമ്മുടെ പള്ളിയുടെ മുൻവശത്ത് കാണുന്ന ജിലേബി കടയിൽ വരിക, ജിലേബി മേടിക്കുക. ഇതിപ്പോൾ ഇന്നും നാളെയല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ? ഇന്ന് നാളെ ഉണ്ടാവുള്ളൂ. ഓക്കെ.
അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.